എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 4 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 170 മുതൽ 173 വരെ. അതെന്തിനാണ് അങ്ങനെ പറയണതെന്നുണ്ടെങ്കിൽ ഈ 4 ശ്ലോകങ്ങൾ അങ്ങോട്ട് ആയാലേ കംസൻ്റെ വധം പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അതായത് മല്ലന്മാരെ ആക്രമിക്കുന്നത് കഴിഞ്ഞിട്ട് കാഞ്ചുകീയന്മാർ ശ്രീകൃഷ്ണൻ്റെ പക്ഷക്കാരെ ആക്രമിച്ചുല്ലോ. അത് കണ്ട് ക്രുദ്ധനായിട്ട് ശ്രീകൃഷ്ണൻ പറന്ന് പൊങ്ങി മഞ്ചത്തിലെത്തി. അവിടെ വച്ചിട്ട് കംസനും ശ്രീകൃഷ്ണനും തമ്മിലുള്ളതായ യുദ്ധം നടന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ കംസനെ കാലുകൊണ്ട് തട്ടിയിട്ട് താഴത്തേക്ക് തള്ളിയിട്ടു എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി അവിടെ നിന്ന് എണീറ്റിട്ടുള്ള ചെറിയ ചില യുദ്ധങ്ങളും അതോടെയുള്ള മരണവുമാണ് വർണ്ണിക്കാൻ പോണത്. നമുക്കാദ്യം 170ാമത്തെ ശ്ലോകം നോക്കാം. പുനരുത്പതതസ്തസ്യ ഭുജൗ പ്രാഹരദംഘ്രിണാ താഭ്യാം ദൂരാത് സമുത്പത്യ പേതദുഃ ഖഡ്ഗചർമ്മണി. ആദ്യം പദച്ഛേദം പറയാം. പുനഃ ഉത്പതത തസ്യ ഭുജൗ പ്രാഹരദ് അംഘ്രിണാ താഭ്യാം ദൂരാത് സമുത്പത്യ പേതദു ഖഡ്ഗചർമ്മണി. ഭഗവാൻ എന്താണ് അവിടെ താഴ്ത്ത് കിടക്കണ ആ കംസനെ, അമ്മാമനെ എന്താ ചെയ്തത് എന്ന് പറയാണ്. അംഘ്രിണ പുനഃ ഉത്പതത തസ്യ. അംഘ്രിണ പുനഃ, കാലുകൊണ്ട് വീണ്ടും താഴത്തേക്ക് തള്ളിയിട്ടതിന് ശേഷവും, അതായത് ഭഗവാന്റെ കാലുകൾ ഈ അമ്മാവൻ്റെ കംസൻ്റെ ശരീരത്തിൽ വന്ന് പതിച്ചപ്പോഴാണ് കംസൻ താഴത്തേക്ക് വീണത്. ഒപ്പം തന്നെ ശ്രീകൃഷ്ണനും താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചവിട്ട് കൊണ്ടതിന് ശേഷവും എണീക്കാൻ നോക്കുകയാണ്. താഴത്തേക്ക് വന്ന് വീണതിന് ശേഷവും കംസന് നിസ്സാര ആരോഗ്യമൊന്നും അല്ല ഉള്ളൂ. അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണിട്ടും യാതൊരു പ്രശ്നങ്ങളും അപ്പോൾ പറ്റിയിട്ടില്ല. അങ്ങനെ എണീറ്റ് പുറപ്പെടുന്ന, യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന കംസൻ. അതാണ് അംഘ്രിണ പുനഃ ഉത്പതതസ്തസ്യ ഭുജൗ പ്രാഹരത്. അംഘ്രിണ എന്നുള്ളത് ഭഗവാന്റെ കാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ കാലുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാം. പുനഃ ഉത്പതത, വീണ് കിടക്കുന്നിടത്തുനിന്ന് എണീറ്റ് വരുന്നവനായ ആ കംസൻ്റെ കൈകൾ നോക്കിയിട്ട്, അതാണ് അംഘ്രിണ പ്രാഹരത്. കാലുകൊണ്ട് ഭഗവാൻ ഒന്നുകൂടിയും കൈയും മേലേക്ക് ചവിട്ടി. അതായത് തള്ളിയിട്ടതിന് ശേഷം വീണ്ടും എണീറ്റ് വരുന്നവനായ അമ്മാമൻ്റെ കൈകളിലേക്ക് ഒന്നുകൂടി കൃഷ്ണൻ ചവിട്ടി വീഴ്ത്തുകയാണ് ചെയ്യണത്. അതാണ് അംഘ്രിണ എന്ന് കഴിഞ്ഞിട്ടൊരു കോമ ഇടണം. എന്നിട്ടാണ് പുനഃ ഉത്പതത തസ്യ ഭുജൗ പ്രാഹരത്. അംഘ്രിണ ഭുജൗ പ്രാഹരത്. അങ്ങനെ അന്വയം പറഞ്ഞാൽ വളരെ വേഗം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കാലിലേക്ക് അമർത്തി ഒരു ചവിട്ട് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഖഡ്ഗചർമ്മണി താഭ്യാം സമുത്പത്യ ദൂരാത് പേതതു. ഖഡ്ഗചർമ്മണി ദ്വിവചനാണ്. ഖഡ്ഗവും ചർമ്മവും. ചർമ്മം എന്നുള്ളതിന് പരിച എന്നർത്ഥം. കയ്യിലുണ്ടായിരുന്ന വാളും പരിചയും. ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അവരെ തടയാനും അവരെ വെട്ടാനും വേണ്ടിയിട്ട് കയ്യിൽ കരുതുന്നതായ രാജാക്കന്മാരുടെ 2 ആയുധങ്ങളാണ് വാളും പരിചയും. കംസൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. കംസൻ അത് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ അതൊന്നും പ്രയോഗിക്കാൻ പറ്റിയില്ല. വാളുകൊണ്ട് പ്രഹരിക്കുമ്പോഴേക്കും ശ്രീകൃഷ്ണൻ കംസനെ ചവിട്ടി നിലത്തേക്ക് വീഴ്ത്തുകയുണ്ടായത്. ആ എഴുന്നേൽക്കൽ, വീണ്ടും എണീറ്റ് വന്നിട്ട് ശ്രീകൃഷ്ണനെ വാളും പരിചയും ഉപയോഗിച്ച് ആക്രമിക്കാനൊക്കെയാണ് പുറപ്പെട്ടതെങ്കിൽ പോലും കയ്യിൽ കിട്ടിയതായ ചവിട്ടേറ്റിട്ട് ശ്രീകൃഷ്ണൻ്റെ ചവിട്ട് കൊണ്ടപ്പോൾ കംസൻ്റെ കയ്യിലുണ്ടായിരുന്നതായ ഖഡ്ഗവും ചർമ്മവും കൈകളിൽ നിന്ന്, താഭ്യാം എന്ന് പറഞ്ഞാൽ കൈകളിൽ നിന്ന്, പഞ്ചമി ദ്വിവചനാണ്. കൈകളിൽ നിന്ന് താഭ്യാം ബാഹുഭ്യാം സമുത്പത്യ, തെറിച്ചിട്ട് ദൂരാത് പേതതു, വളരെ ദൂരെ എവിടെയോ പോയി വീണു. അതായത് കംസന് കയ്യെത്താവുന്ന ദൂരത്തിലോ പോയി എടുക്കാവുന്ന ദൂരത്തിലോ ഒന്നുമല്ല, അതിലും എത്രയോ ദൂരെ പോയിട്ട് വാളും പരിചയം ചെന്നു വീണു. അപ്പോൾ നിരായുധനായി തീർന്നു കംസൻ. കയ്യിലൊന്നും ഇല്ലാതെയായി തീർന്നു. അപ്പോൾ എണീറ്റ് ശ്രീകൃഷ്ണനെ വീണ്ടും ആക്രമിക്കാനാണ് നോക്കിയത്. നടന്നില്ല. ശ്രീകൃഷ്ണൻ വീണ്ടും ചവിട്ടി കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും തെറിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം. നമുക്ക് 171ാമത്തെ ശ്ലോകം നോക്കാം. ഉദ്ഗച്ഛന്തം പുനഃ കോപാൻ മുഷ്ടിയുദ്ധജിഗീർഷയാ പാദപൃഷ്ഠപ്രഹാരേണ പാതയാമാസ മഞ്ജത. നമുക്ക് പദച്ഛേദം പറയാം. ഉദ്ഗച്ഛന്തം പുനഃ കോപാത് മുഷ്ടിയുദ്ധജിഗീർഷയാ പാദപൃഷ്ഠപ്രഹാരേണ പാതയാമാസ മഞ്ജത.
ഈ രംഗമഞ്ചത്തിൽ വെച്ചിട്ടാണ് ശ്രീകൃഷ്ണനും കംസനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത്. അവിടെ വെച്ച് എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് പറയാണ്. പുനഃകോപാത് മുഷ്ടിയുദ്ധ ചികീർഷയാ ഉദ്ഗച്ഛന്തം. കംസൻ്റെ കയ്യിൽ നിന്ന് സകല ആയുധങ്ങളും തെറിച്ചുപോയി, വേറൊരു ആയുധം കയ്യിലില്ല. അങ്ങനെ വന്നപ്പോൾ കംസൻ വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പെട്ടെന്ന് ചാടി എണീറ്റു, കിടന്ന കിടപ്പിൽ നിന്ന് എണീറ്റിട്ട്, അതാണ് പുനഃ വീണ്ടും, കോപാത് വളരെ ക്രുദ്ധനായിട്ട്, മുഷ്ടിയുദ്ധ ചികീർഷയാ ഉദ്ഗച്ഛന്തം. മുഷ്ടിയുദ്ധം, അതായത് കയ്യിൽ ആയുധമൊന്നും ഇല്ലെങ്കിൽ പരസ്പരം അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന യുദ്ധത്തിനെയാണ് മുഷ്ടാമുഷ്ടി അല്ലെങ്കിൽ മുഷ്ടിയുദ്ധം എന്ന് പറയുന്നത്. ബാഹുയുദ്ധം, ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എണീറ്റ് വരികയാണ് ഈ കംസൻ. അതാണ് മുഷ്ടിയുദ്ധ ചികീർഷയ, മുഷ്ടിയുദ്ധം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്നവനായ, ഉദ്ഗച്ഛന്തം കിടന്നുപോയി, ചവിട്ട് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് വീണു പോവും, അവിടെ നിന്നും എണീറ്റ് വരികയാണ്. ഉദ്ഗച്ഛന്തം തം കംസം, ആ കംസനെ പാദപൃഷ്ഠപ്രഹാരേണ മഞ്ചതഃ പാതയാമാസ. പാദപൃഷ്ഠഭാഗേന, പാദപൃഷ്ഠം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പിൻഭാഗം, സാമാന്യമായിട്ട് മടമ്പ് എന്നൊക്കെ പറയാറുണ്ട്, അടിവശം. ആ ഭാഗം കൊണ്ട് അമർത്തി ഒരു തള്ളു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചവിട്ട് വീണ്ടും കൊടുത്തു. അതാണ് പാദപൃഷ്ഠഭാഗം കൊണ്ട്, പാദപൃഷ്ഠപ്രഹാരേണ, ആ ഭാഗം കൊണ്ട് ചവിട്ടിയിട്ട്, മഞ്ചതഃ പാതയാമാസ, ആ രംഗമഞ്ചത്തിൽ നിന്നും, എവിടെ നിന്നാണോ മല്ലന്മാരൊക്കെ യുദ്ധം ചെയ്തത് അവിടേക്കാണ് കംസന് വന്നു വീണത്, അവിടെ നിന്നും താഴത്തേക്ക് വീഴ്ത്തി. അതാണ് മഞ്ചത, മഞ്ചത്തിൽ നിന്നും പാതയാമാസ, താഴത്തേക്ക് വീഴ്ത്തുകയും ചെയ്തു. കൃഷ്ണൻ അങ്ങനെയും കൂടി ചെയ്തു. ആദ്യം കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന്, പ്രാസാദത്തിൻ്റെ മുകളിൽ നിന്ന് മഞ്ചത്തിലേക്ക് വീണു, മഞ്ചത്തിൽ നിന്ന് താഴത്തേക്കും വീണു എന്നാണ് പറയണത്, ഭഗവാന്റെ പാദപ്രഹാരം ഏറ്റിട്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് എന്ന് നോക്കാം. ജയന്തു ജഗദാധാര ഗോബ്രാഹ്മണദിവൗകസ ബ്രുവന്നിത്യപദത്തസ്മിൻ വൈനതേയ ഇവോരഗേ ചരാചരാണാം ലോകാനാമധിഷ്ഠാനസ്യ ശാർങ്കിണ ഭരേണ സ ചടത്കാരത്രുട്യദംഗോ വ്യശീര്യത. രണ്ടും രണ്ട് ശ്ലോകമാണെങ്കിലും ഒരുമിച്ച് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു അർത്ഥപുഷ്ടി, ഒരു സൗന്ദര്യമുണ്ടാവും. ഇവിടെ നമുക്ക് പദച്ഛേദം ആദ്യം പറയാം. ജയന്തു ജഗദാധാരാः ഗോബ്രാഹ്മണദിവൗകസ ബ്രുവൻ ഇതി അപതത് തസ്മിൻ വൈനതേയ ഇവ ഉരഗേ ചരാചരാണാം ലോകാനാം അധിഷ്ഠാനസ്യ ശാർങ്കിണ ഭരേണ സ ചടത്കാരത്രുട്യദംഗ വ്യശീര്യത. ഭഗവാൻ ആ കംസൻ്റെ മുകളിലേക്ക് എടുത്തു ചാടുകയാണ്. അതാണ് ഇവിടെ പറയണത്. ജഗദാധാരാः ഗോബ്രാഹ്മണദിവൗകസ ജയന്തു ഇതി ബ്രുവൻ. എന്താ ഭഗവാൻ പറഞ്ഞത്? കംസൻ്റെ മുകളിലേക്ക് എടുത്തു ചാടിയപ്പോൾ എന്താ പറഞ്ഞത്? അതാണ് ജഗദാധാരാः, ജഗത്തിന് ആധാരമായിരിക്കുന്ന പശുക്കൾ, ഗോക്കൾ, ബ്രാഹ്മണർ, അറിവുള്ളവർ, വേദം പഠിച്ചിട്ടുള്ളവരായിട്ടുള്ള ബ്രാഹ്മണർ, അതുപോലെ തന്നെ ദിവൗകസ, ദേവന്മാർ, അവരാണ് ഈ ഭൂമിയെ വേണ്ടതുപോലെ നിലനിർത്തുന്നത്. ധർമ്മം കൊണ്ടും സത്യം കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ടും ഒക്കെ ഈ ലോകത്തിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഗോക്കളും ബ്രാഹ്മണരും ദേവന്മാരുമാണ്. അവർക്കെല്ലാവർക്കും മംഗളമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതാണ് ജഗത് ആധാരാഹ, ജഗത്തിൻ്റെ ആധാരഭൂതന്മാരായിരിക്കുന്ന പശുക്കൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും ദേവന്മാർക്കും ജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജയന്തു ഇതി ബ്രുവൻ, അവരെല്ലാവരും ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, തസ്മിൻ വൈനതേയ ഉരഗേ ഇവ അപതത്, തസ്മിൻ, തസ്മിൻ കംസേ, ആ കംസൻ്റെ മേലേക്ക്, കംസൻ്റെ ശരീരത്തിലേക്ക്, വൈനതേയ ഉരഗേ ഇവ, ഒരു വൈനതേയൻ, വൈനതേയൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്. വിനതായാഹ അപത്യം പുമാൻ വൈനതേയ, വൈനതേയൻ എപ്രകാരമാണോ പാമ്പിൻ്റെ മേലേക്ക് പാഞ്ഞടുത്ത് പറന്നു ചെല്ലുന്നത്, അതുപോലെ അപതത്, എടുത്തങ്ങോട്ട് ചാടി. അതായത് കംസനെ ആദ്യം മഞ്ചത്തിലേക്ക് തള്ളിയിട്ടു എന്ന് പറഞ്ഞു, മഞ്ചത്തിൽ നിന്ന് ഭൂമിയിലേക്കും തള്ളിയിട്ടു. തള്ളിയിട്ടപ്പോഴേക്കും ഒരുവിധം ക്ഷീണമായി, അവിടെ നിന്ന് എണീറ്റ് വരാനുള്ള ആരോഗ്യമൊന്നും കംസനുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ വളരെ വേഗം കഴിഞ്ഞു. ഭഗവാൻ എന്താ ചെയ്തത്?
ഗോബ്രാഹ്മണ ദേവന്മാർക്കൊക്കെ നന്മയുണ്ടാവട്ടെ, മംഗളമുണ്ടാവട്ടെ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ കംസൻ്റെ മേലേക്ക് എടുത്തു ചാടി. ഏതുപോലെ, എപ്രകാരമാണോ ഗരുഡൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, പാമ്പിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാമ്പിൻ്റെ മേലേക്ക് ചാടി വീഴുന്നത്, അതുപോലെ കംസൻ്റെ മേലേക്ക് ഭഗവാൻ ചാടി അങ്ങോട്ട് വീണു. അപതത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തസ്മിൻ കംസനിൽ വൈനതേയ ഉരകേ ഇവ, വൈനതേയൻ പാമ്പിൻ്റെ മേലേക്ക് എന്നതുപോലെ അപതത് ഉപമാലങ്കാരാണ്. അതായത് ഇനി ഒന്നും പറയാനില്ല. ഒരു ഇവിടെ എന്താണ്, എങ്ങനെയാണോ ഒരു പാമ്പിൻ്റെ മേലേക്ക് ഗരുഡൻ പറന്നിറങ്ങുന്നത്, അതുപോലെ കംസൻ്റെ മേലേക്ക് ശ്രീകൃഷ്ണൻ ചാടി പറന്നെത്തി എന്ന് പറയുമ്പോൾ അവിടെ മൃത്യു ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. സ ചരാചരാണാം ലോകാനാം അധിഷ്ഠാനസ്യ ശാർഗിണ ഭരേണ. സഹ കംസ, ആ കംസനാകട്ടെ ചരാചരാണാം ലോകാനാം, ഈ ലോകത്തിൻ്റെ മുഴുവനും തന്നെ, ലോകമെന്ന് പറയുന്നത് ചരങ്ങളും അചരങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. ചലിക്കുന്നവയും ചലിക്കാത്തവയും ഉള്ളതാണ് ഈ ലോകം. അതായത് ചലിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പാദങ്ങളെ കൊണ്ട് ചലിക്കുന്നവർ എന്ന് പറയുമ്പോൾ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരുമൊക്കെയാണ്. ചലിക്കാത്തവരെന്ന് പറയുമ്പോൾ പാറകളും അതുപോലെ തന്നെ കുന്നുകളും ഒക്കെയാണ്. നദികളൊക്കെ ചലിക്കുന്നുണ്ട്, അതുപോലെ മരങ്ങൾ ചലിക്കുന്നുണ്ട്. വേറെ തരത്തിലുള്ള ചലനങ്ങളാണെന്നേ ഉള്ളൂ. ഇങ്ങനെ ചലിക്കുന്നതും ചരിക്കാത്തതുമായ സകല വസ്തുക്കളും ഉൾക്കൊള്ളുന്നതാണ് ഈ ലോകം. ആ ലോകത്തിൻ്റെ മുഴുവനും ഭാരം വഹിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനും. അതാണ് സഹ കംസ, ആ കംസനാകട്ടെ ചരാചരാണാം ലോകാനാം അധിഷ്ഠാനസ്യ ശാർഗിണ, ഈ ലോകത്തിൻ്റെ മുഴുവനും അധിഷ്ഠാനം, ഈ ലോകം മുഴുവനും ഭഗവാനിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ ഭാരം മുഴുവനും ഭഗവാനിലുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ഭാരം കൊണ്ട് കാളിയൻ്റെ മേലേക്ക് അല്ലെങ്കിൽ കാളിന്തിയിലേക്ക് ഭഗവാൻ എടുത്തു ചാടിയപ്പോൾ പറയുന്നുണ്ട്, ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജല എന്ന് പറയുമ്പോൾ അവിടെയുണ്ട് 3 ലോകങ്ങളുടെയും ഭാരം ശരീരത്തിലുണ്ട്, ഭഗവാന്റെ ശരീരത്തിലുണ്ട്. അതായത് ഈ 3 ലോകങ്ങളും ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയണത്. അതുപോലെ ഇവിടെ പറയാണ്, ഇവിടെ 3 ലോകങ്ങളെന്നല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും തന്നെ, ഈ ചരാചരത്തിൻ്റെ മുഴുവനും തന്നെ ഭാരം അങ്ങയിലാണല്ലോ, അങ്ങ് തന്നെയാണല്ലോ ഈ പ്രപഞ്ചം. അങ്ങനെയുള്ള ഭഗവാന്റെ ഭാരം കൊണ്ട് ശാർഗിണ ഭരേണ, അങ്ങനെയുള്ള ശാർഗിയുടെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭരേണ ഭാരം കൊണ്ട് ആ കംസൻ എന്തായിത്തീർന്നു? ചടത്കാരത്രുട്യദംഗ, ത്രുട്യത് അംഗം എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, അത് ത്രുട്യത് എന്ന് പറഞ്ഞാൽ ചടയേ എന്ന് പൊട്ടിപ്പോയി. അതാണ് ചടത്കാരത്രുട്യദംഗ. ചടത്കാരം എന്ന് പറയണതിൻ്റെ അർത്ഥം ഇതാണ്. ചടത്കാരം, ചടയേ എന്ന് പൊട്ടണ ശബ്ദം കേട്ടു പുറത്തേക്ക്. അങ്ങനെ രക്തല്ലില്ല പൊട്ടാത്തത്, അതുപോലെ പൊട്ടിത്തകർന്ന അവയവങ്ങളോട് കൂടിയിട്ട് വ്യശീര്യത, പൊടിഞ്ഞുപോയി, ഒന്നുമല്ലാതെയായി തീർന്നു, മരിച്ചുപോയി എന്നർത്ഥം. മരണം വന്ന് ഭവിച്ചു. ആ ഭാരത്തിൻ്റെ അടിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് കംസൻ പരലോകത്തെ പൂകി എന്നാണ് കവി ഇവിടെ വിശദമാക്കി നമുക്ക് പറഞ്ഞു തരണത്. അങ്ങനെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ആക്രമിച്ചത്. ധനുർയാഗം നടത്തിയ സ്ഥലം ആക്രമിച്ച പോലെയല്ല ആനയെ ആക്രമിച്ചത്, അതുപോലെയല്ല മല്ലന്മാരോട് പെരുമാറിയത്. ഈ പറഞ്ഞ രീതികളിലൊന്നുമല്ല കംസനോടും ഭഗവാൻ ഏറ്റുമുട്ടിയത്. കംസനോടുള്ള ദേഷ്യമെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. എത്രയോ തവണ കൃഷ്ണനെയും ബലരാമനെയും അതുപോലെ അമ്പാടി മുഴുവനും തന്നെ നശിപ്പിക്കാൻ കംസൻ പുറപ്പെട്ടു. ആ ദേഷ്യം മുഴുവനും ഭഗവാൻ തൻ്റെ ഈ ഒരു യുദ്ധമുറ കൊണ്ട് തീർത്തു കളഞ്ഞു. മാത്രമല്ല കംസൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, പ്രജകൾക്ക് മാത്രമൊന്നുമല്ല, സ്വർഗ്ഗലോകത്ത് വരെ വ്യാപിച്ചിരുന്നു. അവിടെയുള്ള ദേവകൾക്ക് പോലും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ കംസൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കംസനെ തീർത്ത് കളയണമെന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഭഗവാൻ അതൊക്കെ ചെയ്തത്. അങ്ങനെ കംസൻ്റെ കഥയും കഴിഞ്ഞു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 4 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുനരുത്പതതസ്തസ്യ ഭുജൗ പ്രാഹരദംഘ്രിണ താഭ്യാം ദൂരാത് സമുത്പത്യ പേതദുഃ ഖഡ്ഗശർമ്മണി ഉദ്ഗച്ഛന്തം പുനഃ കോപാൻ മുഷ്ടിയുദ്ധചികീർഷയാ പാദപൃഷ്ഠപ്രഹാരേണ പാതയാമാസ മഞ്ജത
ജയന്തു ജഗദാധാരാ ഗോബ്രാഹ്മണദിവൗകസ ബ്രുവന്നിത്യപദത്തസ്മിൻ വൈനതേയ ഇവോരഗേ ചരാചരാണാം ലോകാനാമധിഷ്ഠാനസ്യ ശാർങ്കിണ ഭരേണ സ ചടത്കാരത്രുട്യദംഗോവ്യശീര്യത. അങ്ങനെ കംസൻ്റെ മരണവും നടന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു സർഗത്തിൻ്റെ പരിസമാപ്തിയാണ്. 2 ദിവസങ്ങളെ കൊണ്ടത് തീരും. എന്തൊക്കെയാണ് പിന്നെ ഭഗവാൻ ചെയ്തത് എന്നുള്ളത് വളരെ ചുരുക്കി അടുത്ത ദിവസം പറയും. വളരെ ഗാംഭീര്യമുള്ളതായ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.